യുദ്ധം ഇപ്പോൾ ഗതി മാറി ഒഴുകുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒളിവിൽ പോയിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ സൈന്യവും സർക്കാരും രണ്ട് തട്ടിലാണ്. അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായതിനാലാണ് വലിയ തിരിച്ചടി സൈന്യത്തിന് ഇറാനിൽ നിന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്ന് ഏറെക്കുറെ ന്യൂയോർക്ക് ടൈംസ് അടക്കം സ്ഥിരീകരിച്ചു. രണ്ട് ഏകോപനത്തോടു കൂടി ഒരു യുദ്ധത്തെ നയിക്കേണ്ടതിന് പകരം രണ്ട് തരത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് ശത്രുവിനെ കീഴ്പ്പെടുത്താനോ പരാജയപ്പെടുത്താനോ സാധിക്കാത്തതിൻ്റെ പ്രയാസം ഇസ്രായേലും അമേരിക്കയും തുല്യമായി അനുഭവിക്കുന്നു. ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥ നോക്കുന്ന സമയത്ത് രൂക്ഷമായിരിക്കുന്ന ആഭ്യന്തര കുഴപ്പത്താൽ വീർപ്പ് മുട്ടുകയാണ് ഇസ്രായേൽ. രാജ്യത്തുടനീളം യുദ്ധവിരുദ്ധ പ്രക്ഷോഭകരും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരും അയിഞ്ഞാടുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ആഭ്യന്തരമായിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ ഭാഗമാണ് എന്നത് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടു. അതിനെ നിയന്ത്രിക്കാനോ അതിനെ ഇല്ലാതാക്കാനോ ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കുന്നില്ല. കാര്യം ഇസ്രായേൽ വലിയൊരു യുദ്ധമുഖത്താണ്. ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്രയും വലിയ രീതിയിലുള്ള മുറിവേറ്റ ഒരു യുദ്ധത്തെ ഇസ്രായേൽ അഭിമുഖീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ആ യുദ്ധത്തെ പ്രതിരോധിക്കുകയും അതോടൊപ്പം തന്നെ ആഭ്യന്തര വിഷയങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ പ്രയാസമായിരിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അതോടൊപ്പം സൈന്യവും സർക്കാരും രണ്ട് തട്ടിലാണ്. കാര്യം സൈന്യത്തിന് വേണ്ട രീതിയിലുള്ള സുരക്ഷിതത്വം നൽകാൻ പോലും സർക്കാരിന് സാധിക്കുന്നില്ല. അതിൻ്റെ സംവിധാന കാര്യങ്ങൾ നിർമ്മിക്കുന്നതിൽ പരാജയപ്പെടുന്നു. ലെബനാൻ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് മരണപ്പെട്ട ഇസ്രായേലി സൈനികരുടെ എണ്ണം പോലും തിട്ടമല്ലാത്ത രീതിയിലാണ് സർക്കാർ സംസാരിക്കുന്നത്. അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള സുരക്ഷിതത്വം നൽകാതെ ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ശക്തമായിരിക്കുന്ന സൈനിക മേധാവിത്വം ഈ മേഖലയിൽ ഉള്ളിടത്തേക്ക് പോലും സ്വതന്ത്രമായ രീതിയിലാണ് ഇസ്രായേൽ സൈന്യത്തെ അയക്കുന്നത്. അതുകൊണ്ട് അവർ പൊട്ടിത്തെറിച്ചു പോകുന്ന ഭീകരമായിരിക്കുന്ന ദൃശ്യങ്ങളും വീഡിയോകളുമാണ് പ്രചരിക്കുന്നത്. ഇത് കൂടെയുള്ള ഇസ്രായേലിലെ സൈനികർക്ക് വലിയ രീതിയിലുള്ള മാനസിക പ്രയാസം ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് യുദ്ധമുഖത്ത് ധൈര്യമില്ലെങ്കിൽ യുദ്ധം പരാജയപ്പെട്ടു. എത്ര ആയുധങ്ങളോ തോക്കുകളോ ഉണ്ടായിട്ട് കാര്യമില്ല. അവിടെ ധൈര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ചോർന്നു പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ട് എന്നുകൂടി റിപ്പോർട്ടിൽ പറയപ്പെടുന്നു. അതോടനുബന്ധിച്ചാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ കാണുന്നില്ല, ഒളിവിലാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വീട്, അദ്ദേഹം താമസിക്കുന്ന വേനൽക്കാല വസതി, ഇവിടെയെല്ലാം പ്രക്ഷോഭകാരികൾ അയിഞ്ഞാടുന്നു, അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ പ്രക്ഷോഭം നടത്തുന്നു എന്ന തരത്തിലാണ്. തെല്ലവീവിൽ രൂക്ഷമായിരിക്കുന്ന ആഭ്യന്തര കുഴപ്പം എന്നുള്ളതാണ് പടിഞ്ഞാറൻ മീഡിയകൾ അതിന് പ്രാധാന്യമായിട്ട് കൊടുക്കുന്ന ഹെഡിങ് തന്നെ. അടിച്ചമർത്താൻ പറ്റാത്ത വിധവും പ്രതിരോധിക്കാൻ പറ്റാത്ത വിധവും വീർപ്പ് മുട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇസ്രായേൽ പോകുന്നുണ്ട് എന്നുള്ളത് പടിഞ്ഞാറൻ മീഡിയകളിലെ വളരെ പ്രധാനപ്പെട്ട മീഡിയകളൊക്കെ ഇപ്പോൾ ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റൊരു റിപ്പോർട്ട് വരുന്നത് അത് ഇസ്രായേലിൽ നിന്നാണ്. ഇറാൻ്റെ ചാരന്മാർ ഇസ്രായേൽ ഉടനീളം അരങ്ങ് തകർക്കുന്നു എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ട്. അതിൻ്റെ കാര്യം പറയുന്നത്, ഈ കഴിഞ്ഞ ഒരു 5-10 ദിവസത്തിൻ്റെ ഇടയിൽ ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ ഒരു ആക്രമണം പോലും പിഴച്ചു പോയിട്ടില്ല. കൃത്യതയോടുകൂടി ഈ ആക്രമണം നടത്താനും നാശങ്ങൾ ഉണ്ടാക്കാനും വേണ്ടി ഇറാന് സാധിച്ചിട്ടുണ്ട്. അതിന് അവരുടെ സൈനിക മേധാവികൾ താമസിക്കുന്ന ഇടങ്ങൾ, സൈനിക ആയുധപ്പുരകൾ, ആണവായുധ മേഖലകൾ, മൊസാദിൻ്റെ സെൻറ്ററുകൾ, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ താമസിക്കുന്ന ഇടങ്ങൾ, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന മേഖലകളിലെല്ലാം വളരെ കൃത്യതയോടുകൂടി ആക്രമിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് ഇറാൻ്റെ ചാരന്മാർ വ്യാപകമായ രീതിയിൽ ഇസ്രായേൽ ഉണ്ട് എന്നുള്ളതാണ്. അവർ വളരെ കൃത്യതയോട് കൂടിയിട്ട് വിവരങ്ങൾ നൽകുന്നു. അതിനനുസരിച്ച് അഥവാ മൊസാദിൻ്റെ മറ്റൊരു പതിപ്പായി ഇസ്രായേലിലേക്ക് ഇറാൻ്റെ ചാരസംഘത്തെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. അതിൽ വിജയിക്കും ചെയ്തിരിക്കുന്നു. ഇതുവരെയായിട്ട് ഇറാൻ്റെ 2 വ്യക്തികളെ മാത്രമാണ്, 2 ചാരന്മാരെ മാത്രമാണ് ഇസ്രായേൽ പിടികൂടിയത്. എന്നാൽ ഇറാൻ്റെ അകത്തുള്ള ഇസ്രായേലി ചാരന്മാരെ 100 കണക്കിന് പിടികൂടുകയും നല്ലൊരു ശതമാനം ആളുകൾക്ക് വധശിക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട്. 2 രാജ്യങ്ങളും ചാരന്മാരെ വെച്ച് കളിക്കുമ്പോൾ അതിൽ പോലും വിജയം നേടാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഇസ്രായേൽ തന്നെ ഞെട്ടിച്ചിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ മറ്റൊരു ഭീഷണി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. 30ഓളം സർവകലാശാലകൾ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് ആക്രമിച്ചു ഇറാനിൽ എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ബുഷർ ആണവ നിലയത്തിന് നേരെയും ഇസ്ഫാൻ ആണവ നിലയത്തിന് നേരെയും വലിയ രീതിയിൽ ശക്തമായിരിക്കും സ്ഫോടനങ്ങൾ നടത്തുകയും ചെയ്തു. അതിൽ നിന്ന് ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എന്നാൽ 3-ലധികം പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഏകദേശം 6 മുതൽ 9 വരെ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിൽ മരണപ്പെട്ടതിൽ ഒരാൾ സെക്യൂരിറ്റി ജീവനക്കാരനാണെന്ന് പറയുന്നു. 2 ആളുടെ വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അമേരിക്കയുടെ സൈനിക നേതൃത്വ നിരയെ അപ്പാടെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറ്റിയിരിക്കുകയാണ്.
കാര്യം ഈ സൈനിക മേധാവികൾ പറയുന്ന അല്ലെ സൈനികർ പറയുന്ന അനാവശ്യമായിരിക്കുന്ന ഒരു യുദ്ധം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് സൈനികരെ ബലി കൊടുക്കുന്നു, സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു, രാജ്യത്ത് വലിയ രീതിയിൽ രാജ്യം ലോകത്തിന് മുൻപിൽ ഒറ്റപ്പെടുകയും നാണക്കേടാവുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരുന്നു. മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് എന്ത് അധികാരം? അമേരിക്ക സ്വതന്ത്ര റിപ്പബ്ലിക് ആകുന്ന സമയത്ത് മറ്റൊരു രാജ്യം അമേരിക്കയുടെ വിഷയത്തിൽ ഇടപെട്ടാൽ നമ്മളത് സമ്മതിക്കില്ലല്ലോ. അതുപോലെ തന്നെയല്ലേ സ്വതന്ത്ര റിപ്പബ്ലിക് ആയിരിക്കുന്ന രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയത്തിലൊക്കെ നമ്മൾ ഇടപെടുകയും അവരെ ആക്രമിക്കുകയും അവരുടെ നേതൃത്വ നിലയിലുള്ള അവരെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ആരാധ്യരായിരിക്കുന്ന അവരുടെ ആത്മീയ നേതാക്കളെ കൊലപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. തങ്ങൾ ഇനി വല്ലാതൊന്നും ഈ പ്രവൃത്തി ചെയ്യില്ലെന്ന് സൈനിക മേധാവിയിൽപ്പെട്ട നല്ലൊരു വിഭാഗം ആളുകൾ പറഞ്ഞു. അതുകൊണ്ട് സൈനിക മേധാവികളെ മാറ്റുന്ന പണിയാണ് ഇപ്പോൾ അമേരിക്കയിൽ നടന്നു വരുന്നത്. അത് സർവ്വ മേഖല, വ്യോമ മേഖലയിൽ, കരമേഖലയിൽ, നാവികസേനയിലൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അഥവാ സൈന്യവും സർക്കാരും രണ്ട് തട്ടിലാണ്. അത് എവിടെ? അമേരിക്കയിൽ. ഇസ്രായേലോ അങ്ങനെ തന്നെ. അപ്പോൾ ആഭ്യന്തര കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് റെജീം ചേഞ്ചിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള മുദ്രാവാക്യം വിളികളും അതേപോലെ തന്നെ പ്രഖ്യാപനങ്ങളൊക്കെ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അവരെ പിന്തുണയ്ക്കുന്ന വലതുപക്ഷ തീവ്ര വിഭാഗങ്ങളെല്ലാം ഈ ബുഷിനും ട്രംപിനും നെതന്യാഹുവിനും ഒരേ തരത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് രംഗപ്രവേശനം ചെയ്തത്. നമ്മൾക്ക് നേരെ ഉണ്ടായിരിക്കുന്ന പിശാചിൻ്റെ ശബ്ദങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ നേതൃത്വ നിരയിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. അവർ തീർച്ചയായിട്ടും വിജയം കണ്ടു മടങ്ങും. അഥവാ ഈ പിശാചിനോടൊക്കെ ഉപമിച്ചിട്ടാണ് ഇറാനെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ ജീവിത വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് എല്ലാ കാലത്തും എതിര് നിൽക്കുന്ന ഇറാൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്ക് മാത്രമേ സാധിക്കൂ. അവർ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. ഇന്ന് മുദ്രാവാക്യം വിളിച്ചവരെയും അതിനുവേണ്ടി പിന്തുണ നൽകുന്നതിനും കാണുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഈ ഇസ്രായേലും അമേരിക്കയും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു രാജ്യത്തിന് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ആശ്രയിക്കാത്ത രീതിയിൽ ഒറ്റക്ക് തന്നെ ഒരു രാജ്യം നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടും പ്രയാസമുള്ള കാര്യമാണ്. അതോടനുബന്ധിച്ച് മജീദ് എന്ന മിസൈൽ വാഹനം തുറക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ചില പർവ്വതങ്ങളുടെ അടിഭാഗത്തുള്ള സൂക്ഷിക്കപ്പെട്ട മിസൈലുകളെ പുറത്തെടുക്കുകയാണ്. അതിലൊന്നാണ് മജീദ് മിസൈൽ എന്ന് പറയുന്നത്. എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഉയരത്തിൽ പറക്കുന്ന വിമാനത്തിൻ്റെ ചൂട് മനസ്സിലാക്കിയിട്ട് ആക്രമിക്കാൻ വേണ്ടി സാധിക്കും. അതായത് റഡാർ സംവിധാനമില്ലാത്ത രീതിയിലുള്ള യുദ്ധവിമാനങ്ങളാണ് പല ഘട്ടങ്ങളിലും അമേരിക്ക ഇറാനെ ആക്രമിക്കുക അല്ലെങ്കിൽ ശത്രു രാജ്യത്തിനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുക. എന്തിന്? ഈ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് പാകിസ്ഥാൻ. സഖ്യകക്ഷി മാത്രമല്ല, നയതന്ത്ര ബന്ധത്തിന് അപ്പുറം സൗഹൃദ ബന്ധമുണ്ട്. അതിനുമപ്പുറം വലിയ രീതിയിലുള്ള ഇടപെടലുകൾ, സാമ്പത്തിക ഇടപാട് പോലും നടക്കുന്ന രാജ്യമാണ് പാകിസ്ഥാനും അമേരിക്ക. എല്ലാ കാലത്തും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ റഷ്യയോടൊപ്പം അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനോട് അനുഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചേരിചേരാ നയത്തിലാണ് നമ്മൾ വിശ്വസിച്ചത്. രണ്ട് വിഭാഗം, അത് അമേരിക്ക ആണെങ്കിലും സോവിയറ്റ് യൂണിയൻ ആണെങ്കിലും രണ്ട് രാജ്യങ്ങൾക്കും തത്തുല്യമായ രീതിയിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ശ്രമം നടത്തിയിട്ടുണ്ട്. ഏറെക്കുറെ അതിന് തുടർച്ചയാണ് വരുന്നത്. എന്നാൽ രണ്ടിലേതാണ് മെച്ചം എന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയൻ്റെ നിലപാടിനോടായിരുന്നു നെഹ്റുവിന് യോജിപ്പ്, കോൺഗ്രസിന് അതായിരുന്നു യോജിപ്പ്. ആ യോജിപ്പിൻ്റെ പാത ഇപ്പോഴും നിലനിർത്തി വരുന്നുണ്ട്. എന്നാൽ അമേരിക്കയോട് വിരോധമില്ലാത്തൊരു സ്ഥിതിയുണ്ട്. സൗഹൃദമായ രീതിയിൽ പാകിസ്ഥാനും അമേരിക്കയും പോലുള്ള സൗഹൃദം ഇന്ത്യയും അമേരിക്കയും തമ്മിലില്ല. പാകിസ്ഥാനും അമേരിക്ക എല്ലാ കാലത്തും സൗഹൃദമാണ്. ഈ പാകിസ്ഥാൻ പോലും അറിയാതെയാണ് അവരുടെ അൽ-ഖ്വയ്ദ നേതാവായിരിക്കുന്ന ഭീകരവാദിയായിരിക്കുന്ന ബില്ലാദവിനെ പിടികൂടി. പാകിസ്ഥാൻ പോലും അറിഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ്റെ ആകാശ നിരീക്ഷണം, റഡാർ സംവിധാനം ഉപയോഗിച്ച് എത്രത്തോളം ഉണ്ട് എന്ന് വളരെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയ അമേരിക്ക റഡാർ സംവിധാനത്തിൽ പെടുന്നതിൻ്റെയും ഉയരത്തിൽ അവരുടെ യുദ്ധവിമാനം പറത്തിക്കൊണ്ടാണ് അബാട്ടാബാദ് എന്ന് പറയുന്ന നഗരപ്രാന്ത പ്രദേശത്ത് ഭീകരവാദിയായിരിക്കുന്ന അൽ-ഖ്വയ്ദ നേതാവ് ബില്ലാദിൻ ഒളിച്ചിരിക്കുന്ന വിവരം അവർ കണ്ടെത്തുന്നത്. അതിൻ്റെ ഏകദേശം 10 കിലോമീറ്ററിൻ്റെ വലതുഭാഗം കേക്ക് മാറിയിട്ടാണ് ഈ പാകിസ്ഥാൻ്റെ സൈനിക മേധാവികൾ താമസിക്കുന്നതും അവരുടെ സൈനിക ഗ്രൗണ്ടും. അതായത് സൈനികരുള്ള സ്ഥലം. സൈനികരുടെ എല്ലാ ദിവസവും രാവിലെ മുതൽ രാവിലെയും വൈകിട്ടും വലിയ പ്രാക്ടിക്കൽ നടക്കുന്ന ഇടം എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട അബാട്ടാബാദിൻ്റെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ്. സൈനിക നിരീക്ഷണങ്ങളുള്ള ഏരിയ ആണത്. അവർക്ക് പോലും മനസ്സിലാകാത്ത വിധമുള്ള ഓപ്പറേഷൻ അമേരിക്ക നടത്തിയത് ഇതിൻ്റെ മേലെയാണ് എന്ന് ചുരുക്കം.
എന്നിട്ട് എന്ത് ചെയ്തു, അവിടേക്ക് ആളുകൾ താഴെ ഇറങ്ങി, ഈ സൈനികർ താഴെ ഇറങ്ങി ഈ ബില്ലാദിനെ വെടിവെച്ച് കൊന്നു. പിന്നീട് ഈ കപ്പലിൽ കയറ്റിയിട്ട് കടലിൽ കൊണ്ടുപോയി തള്ളി. അതിനൊക്കെ ശേഷമാണ് പാകിസ്ഥാൻ അറിഞ്ഞത്. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ഈ ഇത്തരം വിമാനങ്ങൾ ഇറാനിൽ പരീക്ഷിക്കുന്ന സമയത്ത് അതവർ പരാജയപ്പെടുന്നു. അതിൽ പറയുന്നതാണ് മജീദ് മിസൈൽ എന്ന് പറഞ്ഞാൽ വിമാനത്തിൻ്റെ ചൂട് മനസ്സിലാക്കി കിട്ടി. അതായത് കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഒരു വിമാനം പറക്കുന്ന സമയത്തിൽ ഏകദേശം അതിൻ്റെ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ വ്യത്യാസത്തിൽ അതിൻ്റെ പുകപടലങ്ങളും അതിൻ്റെ ചൂടും അറിയാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ എത്രാനും മീറ്റർ നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ വ്യത്യാസം എങ്കിലും ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് ഉണ്ടാവും ഈ വിമാനം പറക്കുന്ന സമയത്ത്, ഏകദേശം കണക്കാക്കുന്ന സമയത്ത്. എന്നിട്ട് പോലും 1 കിലോമീറ്റർ ഉയരത്തിൽ പറക്കുന്ന ആ വിമാനത്തിൻ്റെ ശബ്ദം നമ്മൾ അതിൻ്റെ താഴ്ചയിൽ നിന്ന് കേൾക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് അതിൻ്റെ ചൂട് അത്രത്തോളം സ്ട്രോങ് ആണ്, കഠിനമാണ് എന്നുള്ള ഉറപ്പാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ആക്രമിക്കാൻ വേണ്ടി, ചൂട് മനസ്സിലാക്കി ആക്രമിക്കുന്ന മിസൈലിനെ പർവ്വതത്തിൻ്റെ തായ്വാരത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തെടുത്തിരിക്കുന്നു എന്നുകൂടി ഇറാൻ പറയുന്ന സമയത്ത് ഇറാൻ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്നുകൂടി കാഠിന്യം കൂട്ടുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.